കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ഓ ദിവ്യകാരുണ്യമേ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെയും തിരുവിലാവിൽ മുറിവേറ്റതിൻ്റെയും നീ ഏറ്റുവാങ്ങിച്ച പരിഹാരപൂർണമായ തിരുമരണത്തിൻ്റെയും മഹത്വപൂർണമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വർഗത്തിൻ്റെ അവശേഷിപ്പായ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധി നിന്നുകൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹം, സ്തുതിക്കട്ടെ. ഒരുമിച്ച് പാടുക എല്ലാവരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഗുരുതരമായ രോഗങ്ങള് ഇനി എൻ്റെ ജീവിതം തീർന്ന് ഞാൻ അതിൽ നിന്ന് സുഖപ്പെട്ടാൽ പോലും എനിക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിൽ ഓരോ ദിവസവും ഓരോ വിപത്തിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഈ പ്രഭാതത്തിലെ കാനായിലെ കല്യാണ വിരുന്നിലെ അങ്ങയോട് മധ്യസ്ഥ യാചിക്കാൻ ദൈവം കൽപ്പിച്ചു നൽകിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളെല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെ മേലും നിന്റെ വലിയ വലിയ തിരുമുറിവാർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തി നിന്നിലേക്ക് ആവസിക്കുകയും യേശുക്രിസ്തു നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറിയത്തിൻ്റെ മധ്യസ്ഥ ജ്വലിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഓരോ ആരാധനയിലും നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൻ്റെ അഭിഷേകത്തിന് അയോഗ്യതയുണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് അനുതാപത്തോടെ ദാവീദിനെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ എടുത്തു കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ആരാധനാ സമൂഹത്തെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞെരുക്കങ്ങളെ സുവിശേഷ വിഹിതമായി കീഴടക്കിക്കൊണ്ട് വിശ്വാസം, ദൈവസ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മശ്രദ്ധ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഗലാത്യ 5:22. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി അന്വേഷണമായിട്ടാണ് ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇതിനല്ലെങ്കിൽ ലോകായിക മനുഷ്യൻ അതിനെ വേറെ രീതി പ്രയോജനപ്പെടുത്തും. ആത്മാവിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഞെരുക്കങ്ങൾ എന്നുള്ള സംഭവമാണ്. ഈ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആത്മീയ മനുഷ്യനാണെങ്കിൽ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന രീതിയിൽ അതിനെ ഈ പുണ്യങ്ങൾ ആർജിക്കാൻ വേണ്ടി അങ്ങനെ കൃപയ്ക്ക് മേൽകൃപയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഞെരുക്കങ്ങളെ ജഡിക മനുഷ്യനാണ് നീ എങ്കിൽ എന്തു ചെയ്യും? ജഡത്തിൻ്റെ ഫലങ്ങൾ ഞെരുക്കങ്ങളിലൂടെ ഇതുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? വായിച്ചേ. അവ വ്യഭിചാരം. ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക മനുഷ്യ അസ്വസ്ഥമാണെങ്കിൽ, ഇപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ഈ സ്വകാര്യ പാപങ്ങളും അതുപോലെ തന്നെ മറ്റ് രീതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അലോസരപ്പെടുത്താതിരിക്കണം. ഞെരുക്കങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാപങ്ങളിലേക്ക് വീഴാൻ പോകണമെന്ന് നോക്കിയാൽ എന്തൊക്കെയാണ് അത്? അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന. അശുദ്ധി എന്ന് പറയണം, ദുർവൃത്തി എന്ന് പറയണമൊക്കെ സ്വകാര്യമായിട്ടുണ്ടാകുന്ന രതികളാണ്, സ്വകാര്യ രതികളാണ്. അപ്പം ദുർവൃത്തി ഉണ്ടാവും. പിന്നെ വിഗ്രഹാരാധന, ആഭിചാരം, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോ കൂടുതലൊക്കെ ചെയ്യത്തില്ല, അതിനാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വ്യക്തിമാത്സര്യം, അത് തന്നെ. ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മയക്കുമരുന്നൊക്കെ അടിപ്പെട്ടു പോകുന്ന ആൾക്കാരില്ലേ, ഇപ്പൊ ചെറിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങളെ വെച്ച് ചില ആൾക്കാർ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങും. അവർ തന്നെ ചിലപ്പോൾ കഞ്ചാവ് വരച്ച് ഭാര്യ വഴക്കിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഞെരുക്കങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധമുണ്ട്. ലോകരാജ്യത്തിലുള്ളവരും നരകരാജ്യത്തിലുള്ളവരും ഇപ്പം നമുക്ക് എന്താണ് അത് തിരിച്ചറിയണം. ഈ ആൾക്കാരെ തിരിച്ചറിയണം ഇങ്ങനെയാണ്. 6:33 മത്തായി. ശ്രുതികടെ ഹല്ലേലൂയ. 6:43. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 12:33. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുന്നത് വെച്ചാൽ തിരിച്ചറിയുന്നത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഇപ്പം ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലോ അട്ടവിടെ പോട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ലൂക്ക 6:43-44.
നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. അതായത് ഒരു വൃക്ഷത്തില് കുറച്ച് നല്ല ഫലങ്ങളും കുറച്ച് ചീത്ത ഫലങ്ങളും, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. മനുഷ്യന്മാർ നല്ലൊരു അവർ ഇന്ന് നല്ലതാണെങ്കിൽ നാളെ മോശം, രാവിലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ചിലരോട് നല്ല കാര്യം ചെയ്യും, ചിലരോട് മോശം കാര്യം ചെയ്യും, ഇങ്ങനെ പോണത്. ഈ സാധനത്തിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് പറയണത് ഇതൊരു ഡ്യൂപ്ലിസിറ്റിയാണ്, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. നിങ്ങളുടെ വാക്കുകൾ ഒന്നെങ്കിൽ അതേന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. നടുക്കുള്ള ഡ്യൂപ്ലിസിറ്റി ദൈവം അംഗീകരിക്കണില്ല. ഇപ്പോൾ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ വെള്ളം അടിക്കാനും അതുപോലെ തന്നെ അശുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം അതിനെങ്ങനെ കാണുന്നത്? ചീത്ത വൃക്ഷമായിട്ടാണ് കാണുന്നത്. എന്താ കാര്യം? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മുടെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ എന്താണ്? നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായിരിക്കാനേ പറ്റത്തുള്ളൂ. ഉടമ്പടി നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷത്തിലേക്കുള്ള യാത്രയാണ്, വൃക്ഷമായി പരിണമിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അത് ഓർത്തേക്കണം. ഉടമ്പടി ഏറ്റവും സമാധാനം വസ്തുവിക്കാനും അതല്ലേ ഉദ്ദേശിക്കുന്നത്. നല്ല ദൈവരാജ്യത്തിന് അനപേക്ഷിതമായിട്ട് ഞെരുക്കങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ, നല്ല വൃക്ഷങ്ങൾ നല്ല ഫലത്തെ കായ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിന് ബലപ്രയോഗം വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ബലപ്രയോഗം വേണ്ടി വരും. ബലം പ്രയോഗിക്കുന്നവന് മാത്രമേ നല്ല ഫലങ്ങളെ പ്രയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. എന്താ കാര്യം? കാശ് നഷ്ടമാണ് അദ്ദേഹത്തിന്, അതേസമയം തന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നു. 2 നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ദൈവദൃശ്യന് അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:3 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് പൊക്കിപ്പിടിച്ച് പൊക്കിയെടുക്കണ്ടേ? ചില ആൾക്കാർ നല്ല കത്തോലിക്കരായിരിക്കുവേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ട് ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണമെന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെയും നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അഭിഷേകം നൽകണമേ. അപ്പം അവൾക്ക് മെയ് ആയപ്പോൾ അവൾ OET എക്സാം പാസ്സായി. അങ്ങനെ UK പേപ്പർ വർക്കെല്ലാം പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവളുടെ സർട്ടിഫിക്കറ്റ് വന്നില്ല. അങ്ങനെ അവർ ജൂണിൽ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല. അങ്ങനെ ഡിസംബർ വരെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവളുടെ പോകാനുള്ള 2 ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കിന് അവിടെ ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക്
യു കെയിലേക്കുള്ള ഇത് വെച്ച് റിക്വസ്റ്റ് വെച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അയച്ചു തരണം, ഞങ്ങളുടെ ഇങ്ങനെ 2 ചാൻസ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ വൈസ് ചാൻസലർക്ക് ഒരു ലെറ്റർ അയച്ചു. അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു സാറ് വിളിച്ചു പറഞ്ഞു, ഒരു ഫോൺ കോൾ വന്നു മോളുടെ ഫോണിലേക്ക്, ഇങ്ങനെ 20,000 റുപ്പീസ് കൊണ്ടുവരുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന. പക്ഷേ അവൾ ഓൾറെഡി കോളേജിൽ ചേർന്നപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റിനുള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തായിരുന്നു ഈ സാറിൻ്റെ. അപ്പം കൂടെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, എന്തായി സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ മോൾക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്നൊന്ന് ഇഷ്യൂ ചെയ്ത് തരണമെന്ന്. അവസാനം ആ സാറ് പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടം വരെ വന്ന് അതിൻ്റെ യു കെക്കുള്ള പേപ്പറും അതിനുള്ള ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. അങ്ങനെ എൻ്റെ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് സാറിനെ കണ്ടു. സാറിൻ്റെ കയ്യിൽ പേപ്പറും അതെല്ലാം കൊടുത്തു. യു കെക്ക് പോകാനുള്ള ഫോർവേഡ് ചെയ്യാനുള്ള ആ പേപ്പറും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു. അന്നേരം സാറ് പറഞ്ഞു, അങ്ങനെ ഞാൻ ബൈ പോസ്റ്റിൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചേക്കാവുന്ന. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും അയച്ചു തന്നു. അങ്ങനെ മോള് കഴിഞ്ഞ മാസം ഏപ്രിൽ യു കെയിലെത്തി. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഫെത്തിൻ. ഞാൻ മൂവാറ്റുപുഴ അടുത്തുനിന്ന് വരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ്. എൻ്റെ അമ്മ ഇവിടെ വന്ന് 2022 സെപ്റ്റംബർ 18 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഉടമ്പടി പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെ തുടർന്നുണ്ടായ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും ഉണ്ടായിരുന്നില്ല. 3-ാമത്തെ വർഷം എനിക്ക് പ്രഗ്നൻ്റായി. ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. പക്ഷേ അതിന് മിസ്കാരേജ് ആയി. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ അച്ഛൻ്റെ ടോക്സൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻസിയുടെ സമയത്തും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 5 മാസത്തോളം ഇടവിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കുറേ നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോഴും എല്ലാം ഈ ടോക്സ് കേൾക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇടയ്ക്കൊരു 10 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അവിടെ. അപ്പം അതിൽ പറഞ്ഞു കുഞ്ഞിന് ചില അബ്നോർമാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞു. അപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമായി. ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോയായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആയിരുന്നുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ടോക്സ് കേൾക്കും. അമ്മ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ടെസ്റ്റോടെ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. ഒരു റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റ് NIPT എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് കാണിച്ചത്. വീണ്ടും പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസിന് ശേഷം എനിക്ക് സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞിട്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ എനിക്ക് പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് യു കെയിലൊക്കെ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടും. ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു. ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള വയറുവേദനയായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അവർ ടെസ്റ്റൊക്കെ ചെയ്തു, CT സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇൻഫെക്ഷനുണ്ട്, പിന്നെ ക്രിയാറ്റിൻ്റെ ലെവല് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. അവർ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് തന്നു. അവിടെ നമ്മളൊക്കെ അധികം അവരത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അവർ 2 ദിവസം എന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തി അവർ തിരിച്ച് വീട്ടിൽ വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പനി വിട്ട് മാറുന്നില്ല. എന്ത് ചെയ്തിട്ടും പനി മാറാതായപ്പോൾ പിന്നെയും ഞങ്ങൾ ചെയ്യുന്നു. അവർ പറഞ്ഞു പിന്നെയും നീ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അഡ്മിറ്റായി. പിന്നെയും അവർ CT സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റിൽ അവർ പറഞ്ഞു ഇൻഫെക്ഷൻ്റെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം ഭയങ്കര കൂടുതലാണ്. CT സ്കാനിൽ അവർക്ക് റൈറ്റ് കിഡ്നിയുടെയും യൂട്രസിൻ്റെയും ഇടയ്ക്ക് ഫ്ലൂയിഡ് കളക്ഷൻ കാണാൻ പറ്റി. അപ്പം അവർ പറഞ്ഞത് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുത്തി എടുക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് അതിരിക്കുന്നത്. അപ്പം
ഒന്നല്ലെങ്കിൽ മരുന്നുകൾ തന്ന് നോക്കാം, ഇല്ലെങ്കിൽ അത് വീണ്ടും തുറക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അമ്മ, പപ്പയും ഞാൻ ഹോസ്പിറ്റലിൽ ഈ ഇത്രയും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുമായിട്ട് അമ്മയും പപ്പയും വീട്ടിൽ. കാരണം നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ ആൾക്കാരെ അധികം അങ്ങനെ കൂടെ നിർത്തത്തില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ ഫുഡിൽ ഇവിടുന്ന് അമ്മ ഉടമ്പടിയുടെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് ചേർത്ത് തന്നു. തൈലം വെച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം ത്രൂ ഔട്ട് എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അങ്ങനെ 3 തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് അവരെനിക്ക് തന്നിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പതിയെ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. എൻ്റെ പനി കുറഞ്ഞു തുടങ്ങി. കുറച്ച് ദിവസങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ വിടാൻ സാധിച്ചു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് മിനി. ഞാൻ മാൻപേട്ടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. മെയ് 2022 കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. അവൾ 2 വർഷമായി കാനഡയിൽ ജോലി ചെയ്യുവാണ്. ആദ്യത്തെ വർഷം അവൾ നഴ്സിംഗ് എയ്ഡായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി. അവളും 3 പിള്ളേരും അടങ്ങുന്ന കുടുംബമായിട്ടാണ് ഇവിടുന്ന് പോയത്. ആദ്യത്തെ 1 വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു പോയത്. അവിടുത്തെ എക്സ്പെൻസും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ആയ വളരെ തുച്ഛമായ സാലറിയും അവൾക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ NCLEX എക്സാം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത്. NCLEX എക്സാം ആദ്യം എഴുതി, അത് ഫെയിലായി. പിന്നെ 2ാമത്തെ പ്രാവശ്യം അവൾ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം, ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ NCLEX എക്സാം പാസ്സായി. അവിടെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഉയർന്ന ഗ്രേഡോടുകൂടെ തന്നെ അവൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം. അങ്ങനെ സന്തോഷമായിട്ട് അവൾ ഇവിടെ ജീവിക്കുന്നു ഇപ്പം. അതുപോലെ 2ാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവൻ ജനിച്ചപ്പം മുതൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 7 വയസ്സായപ്പോൾ എല്ലാ മാസവും അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ എനിക്ക് സമയമുള്ളായിരുന്നു. ഇന്നും പനിയും ചുമയും ആസ്മയുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 7ാമത്തെ വയസ്സിൽ അവന് ടോൺസിലെക്ടമി അഡിനോയിഡക്ടമിയും കൂടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അസുഖം അങ്ങോട്ട് മാറിയില്ല, കംപ്ലീറ്റ് അലർജി. എന്നും എണീക്കുമ്പോൾ തന്നെ അവന് തുമ്മലും മൂക്കുചൊറിച്ചിലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അവന് സ്ഥിരം മെഡിസിനായിട്ട് അവൻ ആൻറ്റിഹിസ്റ്റമിനുമായിട്ടാണ് എന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 6 വർഷം കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷം അവന് ഇന്ന് തൈലം തേച്ച് അവൻ്റെ നെറ്റിയിലെ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു. അതിനുശേഷം അവന് മരുന്ന് ഉപയോഗിച്ചിട്ടില്ല, കംപ്ലീറ്റ് അലർജി രോഗം മാറിക്കിട്ടി. 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൾ ഏഞ്ചലിന് വേണ്ടിയിട്ടാണ്. അവൾ BSc നേഴ്സിംഗ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പാസ് ഔട്ടായി. അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവൾക്ക് മെയ് ആയപ്പോൾ അവൾ OET എക്സാം പാസ്സായി. അങ്ങനെ UK പേപ്പർ വർക്കെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവളുടെ സർട്ടിഫിക്കറ്റ് വന്നില്ല. അങ്ങനെ അവർ ജൂണിൽ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല. അങ്ങനെ ഡിസംബർ വരെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവളുടെ പോകാനുള്ള 2 ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കിന് അവിടെ ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക് UK ഇത് വെച്ച് റിക്വസ്റ്റ് വെച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അയച്ചു തരണം, ഞങ്ങളുടെ ഇങ്ങനെ 2 ചാൻസ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ വൈസ് ചാൻസലർക്ക് ഒരു ലെറ്റർ അയച്ചു. അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു സാറ് വിളിച്ചു പറഞ്ഞു, ഒരു ഫോൺ കോൾ വന്നു മോളുടെ ഫോണിലേക്ക്, ഇങ്ങനെ 20,000 റുപ്പീസ് കൊണ്ടുവരുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന. പക്ഷേ അവൾ ഓൾറെഡി കോളേജിൽ ചേർന്നപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റിനുള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തുമായിരുന്നു ഈ സാറിൻ്റെ. അപ്പം കൂടെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, എന്തായി സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ മോൾക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്നൊന്ന് ഇഷ്യൂ ചെയ്ത് തരണമെന്ന്. അവസാനം ആ സാറ് പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടം വരെ വന്ന് അതിൻ്റെ UK-ക്കുള്ള പേപ്പറും അതിനുള്ള ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. അങ്ങനെ എൻ്റെ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് സാറിനെ കണ്ടു. സാറിൻ്റെ കയ്യിൽ പേപ്പറും അതെല്ലാം കൊടുത്തു. UK-ക്ക് പോകാനുള്ള ഫോർവേഡ് ചെയ്യാനുള്ള ആ പേപ്പറും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു. അന്നേരം സാറ് പറഞ്ഞു, അങ്ങനെ ഞാൻ ബൈ പോസ്റ്റിൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചേക്കാവുന്ന. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും അയച്ചു തന്നു. അങ്ങനെ മോള് കഴിഞ്ഞ മാസം ഏപ്രിൽ UK-യിലെത്തി. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജിജി എന്നാണ്. ഞാൻ കീച്ചേരി ഹോളി ഫാമിലി ചർച്ച് ഇടവകാംഗമാണ്. എറണാകുളത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് 21 വർഷമായിട്ട് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. 13 വർഷമായിട്ട് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം പോലും ഇൻഹേലർ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ മെഡിസിൻ തീരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അത് തീരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വെപ്രാളമാണ്, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ള ഭയങ്കര ഒരു അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 27, 2022 രണ്ടാമത്തെ തവണ ഞാനിവിടെ